ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് മീൻ കിട്ടാത്ത ദിവസം മീൻ കറിയുടെ ഫോർമുലയിൽ നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ ചിരകി ഇതുപോലെ ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്താണ് വറുക്കേണ്ടത്. ഇറക്കാറാവുമ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വറുത്തെടുക്കണം. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ വെജിറ്റബിൾസാണ് നമ്മൾ ഇടേണ്ടത്. മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക. ഇത് നമുക്ക് എത്ര ഓരോന്ന് വിധം എടുത്താൽ മതി. പിന്നീട് ഒരു 10 വെളുത്തുള്ളി കഷ്ണങ്ങളും 10 ഉള്ളി കഷ്ണവും കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. നമ്മൾ ആ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇല്ലേ, അത് മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് നമ്മൾ വെച്ചോളണം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് അതും കൂടെ അവിടെ പിഴിഞ്ഞ് വയ്ക്കണം. എണ്ണ, പിന്നെ കടുക്, ഉലുവ, ഇത്രയും കടുക് ഒരുക്കാൻ നമുക്ക് വേണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ കൂടെ ഇടണം. ഉലുവ നന്നായിട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൂക്കണം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുവിധം വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം ചേർക്കണം. കത്തിരിക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർക്കണേ. അത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ, ആ അരപ്പ് കൂടെ ചേർക്കുക. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചത് കൂടെ ചേർക്കുക. പുളിവെള്ളവും കൂടെ നമുക്ക് ചേർക്കണം. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരണം. അടച്ച് നമ്മൾ വേവിക്കണം. കണ്ടോ, ഇതുപോലെ ആ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വരണം. പാത്രം അടപ്പ് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ച് അതുപോലെ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്.